തവനൂരിന്റെ മുക്കും മൂലയും അറിയുന്ന ഒരു വ്യക്തിയാണ് കെ.ടി. ജലീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ എവിടെ വരെയായി? തെരഞ്ഞെടുപ്പ് പ്രചരണം ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും ഞാൻ പോയി, എല്ലാ കവലകളിലും എത്തി. വീടുകളിൽ പോയി കാണേണ്ട രോഗികളായിട്ടുള്ള, പുറത്തിറങ്ങാത്ത ഒക്കെ ആളുകളുണ്ട്, പ്രായമായിട്ടുള്ളവർ. അവരെയൊക്കെ പരമാവധി കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ആശീർവാദങ്ങളും അവരുടെയൊക്കെ അനുഗ്രഹാശിസ്സുകളും എന്നോടൊപ്പം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി ഉള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടാണ്. ഒന്ന്, പടിഞ്ഞാറേക്കര പൊന്നാനി അഴിമുഖത്തുള്ള ഹൗറ മോഡൽ പാലം യാഥാർത്ഥ്യമാക്കുക. മറ്റൊന്ന് തിരുനാവായ തവനൂർ പാലം. അതിനുവേണ്ടി പണം അനുവദിച്ചു, ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി എടുത്തു. അവർ വർക്ക് എഗ്രിമെൻ്റ് വെച്ചു. വർക്ക് തുടങ്ങാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് മെട്രോ ശ്രീധരൻ ഹൈക്കോടതിയിൽ പോയിട്ടൊരു സ്റ്റേ വാങ്ങുന്നത്. അദ്ദേഹം പറയുന്നത് 2 ക്ഷേത്രങ്ങൾക്ക് നടുവിലൂടെ ഒരു പാലം വരുന്നത് ക്ഷേത്രവിശ്വാസികൾക്ക് വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രയാസം ഉണ്ടാക്കുന്നു, അതുകൊണ്ട് തൽക്കാലം ആ പാലത്തിൻ്റെ പണി നിർത്തിവെക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഗവൺമെന്റ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് തൽക്കാലം തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് അവിടെ നിർത്തിവെക്കുക. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട പ്രയാസമുണ്ട് എന്ന് പറയപ്പെടുന്ന ജനവിഭാഗത്തിന്റെ മത നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രപ്പോസൽ എന്താണ്, അവരുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി അറിഞ്ഞതിന് ശേഷം ആ പാലത്തിന്റെ പണി പുനരാരംഭിക്കണമെന്നാണ് ലക്ഷ്യമിടുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതജനവിഭാഗത്തിന്റെയും വികാരങ്ങൾ വ്രണപ്പെടുത്തണമെന്ന് ആഗ്രഹമേ ഇല്ല. തിരുനാവായ തവനൂർ പാലം യാഥാർത്ഥ്യമാണ്. തവനൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ കെ.ടി. ജലീലിന്റെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇപ്പൊ നമ്മളോടൊപ്പം പങ്കുവച്ചത്.